അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഗാർഡൻ വാലി ZQ പ്രീ സ്കൂൾ സഹകാരികളും അതിൻ്റെ നടത്തിപ്പുകാരിൽ പ്രധാനികരുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ പരിപാടിയുടെ സമാപന സെഷനിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ICF കുവൈത്ത് പ്രതിനിധി കൂടിയായ അബ്ദുൽ സത്താർ ക്ലാപ്പന അവർകൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് നമ്മൾ സഹറത്തുൽ ഖുർആൻ എന്ന് പറയുന്ന വളരെ മനോഹരമായ മഹത്തായ ഒരു സംവിധാനം കഴിഞ്ഞ വർഷം ആരംഭിക്കുകയും അതിൻ്റെ 2ാം വർഷം പൂർത്തീകരണത്തിലേക്ക് എത്തുകയുമാണ്. നാം സഹറത്തുൽ ഖുർആനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് സഹറത്തുൽ ഖുർആൻ എന്ന ഒരു കാര്യം മാത്രം ഞാൻ ഉണർത്തുകയാണ്. വിദ്യാഭ്യാസമാണ് എല്ലാത്തിൻ്റെയും അടിത്തറയും അടിസ്ഥാനവും എല്ലാത്തിലും പ്രധാനമെന്ന് ആണ് നമ്മൾ സ്വാഭാവികമായി നമ്മളെല്ലാവരും കരുതിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നാണ് ഏറ്റവും മ്ലേച്ഛമായ അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും കാണുന്നവരും അറിയുന്നവരുമാണ് നാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആൻ ഇവിടെ വന്നത്, പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. സഹറത്തുൽ ഖുർആന്റെ പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. ഒരാൾക്ക് ആത്മീയമായ മൂല്യം അല്ലെങ്കിൽ ആത്മീയമായ ബോധം ഇല്ലാതെ വരുമ്പോഴാണ് എല്ലാ അക്രമങ്ങളും ഉടലെടുക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എല്ലാം സാധിക്കും എന്ന ഒരു മിഥ്യാധാരണ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ആത്മീയമായ ഓർമ്മയും ആത്മീയമായ ബോധ്യവും ഉണ്ടാകുമ്പോൾ എല്ലാവിധ മൂല്യച്യുതികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ് ഏറ്റവും വലിയ മൂല്യം. ഇന്ന് ഇല്ലാത്തതും അതാണ്. ഒരാൾ സ്വയം കൊല്ലുന്നു, അയാൾ മറ്റുള്ളവരെ കൊല്ലുന്നു, അയാൾ നശിക്കാനുള്ള കാര്യം അയാൾ സ്വയം ചെയ്യുന്നു, മറ്റുള്ളവർ നശിക്കാനുള്ള സംഗതികളും അയാൾ തന്നെ ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ് പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് പടച്ചത്. അഥവാ നിങ്ങളെല്ലാവരും മനുഷ്യർ പരസ്പരം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം, നിങ്ങൾ മനസ്സിലാക്കുകയും പരസ്പരം ഉൾക്കൊള്ളുകയും നിങ്ങളെ പോലെ തന്നെ മറ്റുള്ളവർക്കും മൂല്യമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വരികയും ചെയ്യുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആദ്യമായി റിവായത്ത് ചെയ്യുന്ന ഹദീസുർ റഹ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹദീസുർ റഹ്മ, കാരുണ്യത്തിന്റെ ഹദീസ്, പരസ്പരം കരുണ ചെയ്യാനുള്ള. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, പരസ്പരം കരുണ ചെയ്യുന്നവർ, പരസ്പരം അക്രമം ആഗ്രഹിക്കാത്തവർ, മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർക്ക് യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു തആല അവർക്ക് കരുണ ചെയ്യും എന്ന ഹദീസാണ് 10 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആദ്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സഹജീവികൾക്കും നിങ്ങൾ ജീവിക്കുന്ന പ്രകൃതിയോടും എല്ലാം കരുണയുള്ളവരായി
ഉണ്ടായിരിക്കണം. ഇത് ആത്മീയമായ ബോധ്യമാണ്, ആത്മീയമായ ബോധമാണ്. ഇതാണ് ഇസ്ലാം നൽകുന്നത്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു വലിയ സന്ദേശം ഇത് ഉൾക്കൊള്ളുന്ന ഒരാൾക്കും അക്രമിയാകാൻ സാധ്യമല്ല, ഒരാൾക്കും മൂല്യം വിട്ട് അയാൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. ഈ ആത്മീയമായ ബോധ്യം, ആത്മബോധ്യം ഉണ്ടാക്കുക എന്നതാണ് സഹ്റത്തുൽ ഖുർആൻ ഇവിടെ നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷ് പഠിക്കുന്നതിനും കണക്ക് പഠിക്കുന്നതിനും മാത്സ് പഠിക്കുന്നതിനും സയൻസ് പഠിക്കുന്നതിനും ഒക്കെ വലിയ വലിയ സ്കൂളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോഴും സഹ്റത്തുൽ ഖുർആൻ നാം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികൾ ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന, ഭാവിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അത് നാം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ വളർത്തി തരുമാറാകട്ടെ. നാം വളരെ ഭാഗ്യം ചെയ്ത രക്ഷിതാക്കളാണ്. നമ്മുടെ മക്കളെ സാധാരണ സ്കൂളിൽ നമുക്ക് അയക്കാമായിരുന്നു. ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞതും അല്ലെങ്കിൽ ഇതിനേക്കാൾ സൗകര്യമുള്ളതുമായ സ്കൂളുകളിലേക്ക് നമുക്ക് അയക്കാമായിരുന്നു. പക്ഷേ ബിസ്മി കൊണ്ട് തുടങ്ങുകയും സ്വലാത്ത് കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിനിടയ്ക്ക് പഠിപ്പിക്കപ്പെടുന്നതും പഠിക്കുന്നതും അവന് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ചെയ്യും എന്ന സത്യം ഉൾക്കൊള്ളാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മിൽ നിന്ന് ാകട്ടെ. ഈ നമ്മുടെ സംവിധാനത്തോട് ഗാർഡൻ വാലി സീക്കി പ്രീ സ്കൂൾ വളരെ ബുദ്ധിമുട്ടി, വളരെ റിസ്ക് എടുത്ത് നമ്മളൊരു പുതിയ പ്രദേശത്തിനെ സ്ഥാപിക്കുമ്പോൾ ഇത്രയും വലിയ പ്രതീക്ഷയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, 2 വർഷം കൊണ്ട് നമ്മുടെ മക്കൾ നേടിയെടുത്തത് എത്ര വലിയ സന്ദേശങ്ങളാണെന്ന് അവരുടെ ജീവിതം നാം ഭാവിയിലും കാണുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. ബിസ്മി ചൊല്ലുകയും ബിസ്മി ചൊല്ലാൻ ആഗ്രഹിക്കുകയും മാഷാ അല്ലാഹ് പറയുകയും മാഷാ അല്ലാഹ് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. അൽഹംദുലില്ലാഹ്, എത്ര മഹത്തരമാണ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യും. ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യും. ബിസ്മി ഇല്ലാത്ത കാര്യങ്ങൾ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞതാണ്. ഈ ഓർമ്മ നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ശ്രമം. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഒരു പിതാവും മാതാവും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. എന്തിനേറെ 90 വയസ്സായ ഒരു ഉപ്പ തൻ്റെ മകന്, അല്ലെങ്കിൽ തൻ്റെ മകന് 40 വയസ്സുള്ള ചെറുമകനുള്ള തൻ്റെ മകന് എന്തെങ്കിലും ബുദ്ധിമുട്ടിയാൽ 90 വയസ്സുള്ള ഉപ്പയ്ക്ക് വിഷമം വരുമെങ്കിൽ അപ്പോഴും ആ 90 വയസ്സിലും ആ അവശതയിലും ആ ഉപ്പ ജീവിക്കുന്നതും ആ ഉപ്പയുടെ ഓർമ്മയും സ്വന്തം മകനെ കുറിച്ചാണ്. നമ്മുടെ മക്കൾ വെയിലത്ത് നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്ശറയേക്കാൾ വലിയൊരു വെയിലില്ല. ആ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ മക്കളെ പ്രാപ്തനാക്കുക എന്നത് നമ്മുടെ കടമയാണ്. അൽഹംദുലില്ലാഹ്, സഹ്റത്തുൽ ഖുർആൻ ആ ഒരു വലിയ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ സന്ദേശം നിങ്ങൾ ഇവിടെ എത്താത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ ഇവിടെ നടത്തിയ ഖുർആൻ ഓതിയും ദിക്റുകൾ ചൊല്ലിയും ബെയ്ത്തുകൾ പാടിയും ഇംഗ്ലീഷിൽ പറഞ്ഞും അതുപോലെ മറ്റു സംവിധാനങ്ങളും എല്ലാം നമ്മുടെ മക്കൾ ഈ ചെറിയ പ്രായത്തിൽ 3 വയസ്സും 4 വയസ്സുമുള്ള നമ്മുടെ മക്കൾ ഇതൊക്കെ പരിശീലിക്കുന്നെങ്കിൽ അതൊക്കെ ബിസ്മിയുടെ ബറക്കത്താണ്. ആ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ടീച്ചേഴ്സ് അവരെ പഠിപ്പിക്കുന്നതിന്റെ മക്കൾ നമ്മുടെ കൺമണികളാണ്, ഖുർറത്തു ഐനുകളാണ്. നമുക്ക് 2 ലോകത്തും കൺകുളിർമയാകേണ്ടവരാണ്. ഒരിക്കലും കഞ്ചാവിന് അടിമപ്പെട്ടാൽ നമ്മുടെ കുട്ടി നമുക്ക് കൺകുളിർമയല്ല. നാം ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത കുട്ടി നമുക്ക് കൺകുളിർമയല്ല. അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ മാത്രമേ ആ കൺകുളിർമയാകൂ. ഭൗതികമായ വിദ്യാഭ്യാസം ബഹുമാനപ്പെട്ട തഴവ് ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുകയും ബിസ്മി ചൊല്ലാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന ബോധ്യം സന്നിവേശിപ്പിക്കുക എന്നതാണ് സഹ്റത്തുൽ ഖുർആൻ ഇവിടെ നടപ്പിലാക്കുന്നത്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ വലിയ പ്രാർത്ഥനയുടെ പിന്നിലുള്ള വലിയ നേട്ടമാണ് സഹ്റത്തുൽ ഖുർആൻ. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന ആഗോളതലത്തിൽ വ്യാപിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനം, അത് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് തന്നിട്ടുള്ള വലിയ മനോഹരമായ അതിമനോഹരമായ ഒരു സംവിധാനമാണ് സഹ്റത്തുൽ ഖുർആൻ. ഇത് നമ്മളുടെ കൂട്ടുകാരിലേക്കും കുടുംബത്തിലേക്കും സഹോദരങ്ങളിലേക്കും എല്ലാം നമ്മളിത് സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എല്ലാ ഖൈർ ബറക്കത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.